അപ്പാപ്പാ ആ ആഹാ എന്റെ മോള് വന്നു. നീ നിർബന്ധിച്ചിട്ടാണോ അവള് വന്നത്? താങ്ക്സ് എ ലോട്ട്. അമ്മ എവിടെ? അവിടെ. നീ ചെല്ല്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എനിക്ക് കോളേജിൽ പോണം. അമ്മയോട് പറയാതെ ഇങ്ങോട്ട് പോകുന്നത്. പേടിച്ചു കാണോ അമ്മ ഇപ്പൊ? അപ്പൊ പിന്നെ ഫോണൊന്നും തന്നെ. അമ്മേ, സോറി അമ്മ. മോളെ 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 ജോസ് അവളെ കണ്ടായിരുന്നോ? പിന്നെ എന്റെ കൂടല്ലേ അവള് വന്നത്, അല്ല മോളെ? ആ കേട്ടോ മോളെ, ഞാനേ നീ കൊളംബിയയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ നിന്റെ അമ്മ വിശ്വസിച്ചില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ ആ ട്രിപ്പ് എങ്ങനെ ക്യാൻസൽ ചെയ്തേന്ന്. വേണ്ട, ഒന്നും പറയണ്ട. നീ വന്നല്ലോ, എനിക്കത് മതി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെ, അങ്ങനെ തന്നെയാ വേണ്ടത്. ഒടുക്കെന്ന് രാവിലെയാ ഇവിടെ ഒന്ന് ലൈനിൽ കിട്ടിയത്. ബിന്ദുവിന്റെ കാര്യത്തില് ഞങ്ങൾ ബോധഡ് അല്ലെന്നാണ് നിന്റെ വിചാരം? It can be solved. That's solved. എങ്ങനെ? അത് ബിന്ദു തന്നെ പറയട്ടെ. No മോളെ, നീ പറ. No mommy, you can't make me say it. Come on, you tell me please. ദേ മോളെ, കളിയും ചിരിയൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. She needs complete rest. ആണോ? എന്തിന്? My mama is absolutely fine. എനിക്കിപ്പോ അസുഖമൊന്നുമില്ല ജോസ്. Come on, we'll go home, please. അത് തീരുമാനിക്കാൻ തൽക്കാലം എനിക്കിപ്പോ അവകാശമില്ല. ആ മോളെ, നീ ഇവിടെ ഉണ്ടാവില്ലേ? ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. Okay. അൻസി, തനിക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ല. അപ്പൊ ശരി. അയ്യേ, എന്താ മോളെ ഇത്? നീ ഷാമ്പു ഒന്നും ഇടാറില്ലേ? Leave it, mom. വൈക്കോല് പോലെ ഇരിക്കുന്നു. Hi, Auntie. Hi. കെവിൻ മമ്മയെ കാണാൻ വേണ്ടി വന്നതാ. Sure. Come in, please. Thanks. Please be seated. This is our marriage invitation. I'm sorry, my hands are dirty, but it's okay. Good. I'll be there. Actually, my mother wanted to come and see you here, but you know, she can't travel. I know. It's okay, Kevin. Sophie's planning to take an assignment in Mexico. നീ പറഞ്ഞില്ലല്ലോ സോഫി. ഒന്നും തീരുമാനിച്ചിട്ടില്ല മാമ. Just a thought. I also got an offer from there. That's great. So we're planning to start it on from there. We want your blessings. Oh, Mono, Kevin. Oh, God bless. It's okay. She told me about your traditions. I have never tried to understand you, Kevin. I always misbehaved. I'm sorry, Kevin. I'm really sorry. It's okay. I never took it to heart. Traditions and customs never make a marriage. There is only love and understanding. All the best, Kevin. All the best, Mole.
Sophie. Careful, careful. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ വലത് കാല് വെച്ച് തന്നെ കയറണം. ആരാ നിന്നോട് ഈ മണ്ടത്തരൊക്കെ പറഞ്ഞത്? പണ്ട് ഗ്രാൻഡ്മ പറഞ്ഞു തന്നതാ. ഓ, എനിവേ മോം, വെൽക്കം ബാക്ക് ഹോം. താങ്ക് യു. വെൽക്കം ബാക്ക് ഹോം ഡാഡ്. എനിക്ക് എന്തിനാടി വെൽക്കം? ചുമ്മാ ഇരിക്കട്ടെ. ഇരുന്നോ, ഞാനിപ്പോ വരാം. ആ മോളെങ്ങോട്ടാ? മാമന്റെ ലഗേജ് എടുത്തിട്ട് വരാം. ആ, അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. എന്റെ ലീവ് ആപ്ലിക്കേഷൻ വല്ലതും ജോസ് ഫോർവേഡ് ചെയ്തായിരുന്നോ? ഇല്ല. ഓഫീസിൽ നിന്ന് മിസ്റ്റർ ഫ്രെഡ് വിളിച്ചിരുന്നു. നീ ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഇറ്റ് വാസ് എൻ അർജന്റ്. ഓ, അസുഖം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസി? അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നാളെയെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യണം. നാളെയോ? നോ 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 വേ. ഈ കോഴ്സ് ഓഫ് മെഡിസിൻ ഒന്ന് കഴിഞ്ഞോട്ടെ. നോ വേ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നാളെ തൊട്ടെങ്കിലും ഞാൻ പോയില്ലെങ്കിലേ എല്ലാം അവിടെ കുഴപ്പമാവും. ഓ പിന്നെ, നിന്റെ ചുമലിലല്ലേ ആ കമ്പനി ഓടുന്നേ. ജോസ്, നിനക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ തന്നെ. ആസ് യു വിഷ്. താങ്ക്സ്. Help me please. നീ ഇങ്ങോട്ട് താ, ഞാൻ പറഞ്ഞതല്ലേ. ഓ, ഇത് കുറച്ചുണ്ടല്ലോ. ദേ, ഓ, ടിപ്പ് $5 മാഡം. കണക്കിൽ എഴുതിക്കൊണ്ടാ മതി. താങ്ക് യു. പിന്നെ ഇന്നെന്തു പറ്റി? സാധാരണ പകല് മദ്യപിക്കാറേ ഇല്ലാത്ത ആളാണല്ലോ ജോസ്. പ്രത്യേകിച്ച് ഇങ്ങനെ കാറിനകത്തിരുന്നുള്ളൊരു നാടൻ സ്റ്റൈലിൽ ജോസിന് പതിവുള്ളതേ അല്ലല്ലോ. എഗ്രി. നീ പറഞ്ഞ ശരിയാ. ഇന്നെന്തോ എനിക്കൊരു സെലിബ്രേഷൻ മൂടാ. പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് കരക്കെടുത്തോണ്ടാവാം. സത്യം, ബീനയുടെ വരവ്, ആൻസിയുടെ റിക്കവറിയൊക്കെ ഇത്രയ്ക്ക് സ്മൂത്ത് ആവും ഞാൻ വിചാരിച്ചില്ല. എനിവേ, താങ്ക്സ് ടു ഗോഡ്. ആ, നീ എന്താ ഡ്രിങ്ക് എടുക്കാത്തെ? ഈ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ചെറിയൊരു പേടി. അതുകൊണ്ട് ഇവനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി സെലിബ്രേറ്റ് ചെയ്തോളാം. ഓക്കേ. ആ, പോകുന്ന വഴിക്ക് നീ എന്നെ ആ ജെ സി പെന്നിൽ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ. എനിക്ക് നാളത്തേക്കൊരു ബർത്ത്ഡേ പ്രസന്റ് വാങ്ങിക്കണം. ബർത്ത്ഡേ പ്രസന്റോ? ആർക്ക്? നാളെ ബിന്ദുവിന്റെ ബർത്ത്ഡേ. എന്നിട്ടോളെ എന്നെ വിളിച്ചില്ലല്ലോ. നാളെ ആൻസിക്ക് ലീവ് എടുക്കാൻ പറ്റാത്തോണ്ട് ഒരു ആഘോഷമായിട്ട് വേണ്ടാന്ന് കരുതി ഞാനും ബീനയും ബിന്ദുവും സുമിയും ഒന്നിച്ചീലയിട്ടൊരു ഊണ്. ഓ, അമേരിക്കയിൽ ഇലയിട്ട് ഊണ് കഴിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഭാഗ്യം തന്നെ വേണേ. ഒന്നുകൂടി. ആഹാ. ഓ, ചമ്രം പണിഞ്ഞിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് പെങ്ങളെ. പ്രായമായില്ലേ ഡാഡ്? ആർക്കടി പ്രായമായത്? പെരുന്നാളിന് ഇങ്ങനെ വേണമായിരുന്നു കുട്ടികൾ ആഹാരം കഴിക്കാൻ. ഓ, can I have more പായസം? ആവശ്യത്തിന് കഴിച്ചാൽ മതി ബീന. ഇനി വല്ല അസുഖവും വരുത്തി വെക്കണ്ട. ആ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഷിക്കാഗോന്ന് വിജയ് എപ്പോഴാ മടങ്ങി വരുന്നേ? ഇവളുടെ കാര്യം നമ്മളിനി വെച്ച് താമസിപ്പിക്കണോ? ഡിസംബർ വരെയൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല പാപ്പ. Oh, poor thing. ആ ഒരു കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ടല്ലേ വിന? ആ, എനിക്കറിയത്തില്ല. എന്താ സുമി? ഏയ്, ഡിസംബർ എന്ന് പറയുമ്പോ ഇനി 5-6 മാസമില്ലേ? കല്യാണം നാട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ അല്ലേ സൗകര്യം? അതങ്ങനെ തന്നെ വേണം, ഇവളുടെ അച്ഛൻ്റെ അടുത്ത് വെച്ച്. നാട്ടിലെന്ന് പറയുമ്പോൾ അവിടെ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ ആരുമില്ലല്ലോ. ഞാനത് പറയാനിരിക്കായിരുന്നു. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ മറ്റാരെ ഏൽപ്പിച്ചാ ശരിയാവത്തില്ല. ഒക്കെ എനിക്ക് നോക്കി കണ്ട് നന്നാക്കണം. അപ്പൊ ബിന്ദുവോ? അവൾക്കിവിടെ ക്ലാസ്സില്ലേ, ഞാൻ മാത്രം പോകും. കല്യാണത്തിന് 1 മാസം മുമ്പ് നിങ്ങൾ എല്ലാവരും എത്തിയാൽ മതി. നീതുവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചു? ഇച്ചൈനോട് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റും. പിന്നെ ഞാൻ തിരിച്ചു പോവാ നാട്ടിലേക്ക്. എന്നുവെച്ചാ കല്യാണത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ആരെങ്കിലും വെച്ച് അറേഞ്ച് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അതല്ല, ഇനിയുള്ള കാലം അവിടെയാ. എനിക്ക് പറ്റിയ സ്ഥലം അവിടെയാ. സുമി ആന്റി ഇത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിസിഷൻ എടുത്തത്? ഞാനിത് കുറേ നാളായി ആലോചിച്ചതാ.
ഇവളോട് എനിക്ക് പറയുകയും ചെയ്തു. ഇവളത് തമാശയായിട്ടാണ് എടുത്തത്. ഇപ്പൊ എനിക്ക് സമാധാനമായിട്ട് പോവാം. അവിടെ കിടന്ന് മരിക്കണം. ഇവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ എന്നെയും അടക്കണം. മോളെ ബിന്ദു, ബിന്ദു, ശ്ശേ, വെറുതെ ഒരു നല്ല ദിവസമായിട്ട് അവളെ വിഷമിപ്പിച്ചു. സാരമില്ല, അവൾക്ക് മനസ്സിലായിക്കോളും. ഇങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടിട്ട് വേണം പോവാൻ. അതിൽ കൂടുതൽ എന്ത് ഭാഗ്യ വേണ്ടത്? നന്നായി ജോസേ. ബിന്ദുവിന്റെ കല്യാണക്കാര്യമായിരുന്നു പിന്നെയുള്ള പ്രോബ്ലം. ഇന്നത്തോടെ അതും സോൾവായി. ബീന വീട് വിട്ടുപോയതും ആൻസി ഹോസ്പിറ്റലായതും ഒക്കെ എന്നെ അറിയിച്ച് നന്നായി. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. കുറ്റബോധം ഒന്ന് മാറിക്കിട്ടി. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നീ ചെയ്തത് ഒരർത്ഥത്തിൽ നന്നായി. അല്ലെങ്കിൽ അതൊരു കരടായി അങ്ങനെ കിടന്നേനെ. ഞങ്ങൾ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ? അമ്മയേക്കാൾ വലിയൊരു റിലേഷനുണ്ടോ? റിലേറ്റീവ് തിങ്കിങ് ജോസിനത് പതിവില്ലാത്തതാണല്ലോ. എന്നാലും തെറ്റ് തന്നെയാ ജോസേ. എന്തൊക്കെ പറഞ്ഞാലും സന്തോഷമായി ജോസ് ഇങ്ങോട്ട് വന്നല്ലോ. നിന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കൂടിയാ ഞാൻ വന്നത്. നിനക്കൊരു ഡിന്നർ തരണമെന്ന് ആൻസി ഒരുപാട് നാളായി പറയുന്നു. അയ്യോ, അവസാനത്തെ അത്താഴമൊന്നും അല്ലല്ലോ അല്ലേ? അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആ, ഈ വീടിന്റെ ഇഷ്യൂ എന്തായി? ഞാനൊന്നും അന്വേഷിക്കാറേ ഇല്ല. കുറച്ചു ദിവസം മുമ്പ് ആരൊക്കെയോ വിളിച്ചിരുന്നു. അവർക്കിഷ്ടമുള്ളതൊക്കെ അവർ പറഞ്ഞു. ഞാൻ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാനും പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടുമില്ല. കുറച്ചു ദിവസം മുമ്പ് അമ്മ പോയി അമ്പലത്തിൽ ചെന്നിട്ട് മീരയ്ക്ക് വേണ്ടി ഒരു വഴിപാട് കഴിച്ചിരുന്നു. എവിടെയാണെങ്കിലും അവള് സന്തോഷമായിട്ടിരിക്കട്ടെ. എക്സ്ക്യൂസ് മീ. ഹലോ. സന്തോഷമായല്ലേ ജോസേ? എന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പേടിയായോ? ഞാൻ വെറുതെ വിളിച്ചതാ. കാര്യങ്ങളൊക്കെ കലങ്ങിത്തെളിഞ്ഞ നല്ലൊരു ദിവസമല്ലേ? നിനക്കെന്താ വേണ്ടത് കിരൺ? ഒന്നുമില്ലെന്നേ. ബീന ഇത്രയും മെച്യൂരിറ്റി കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമേ, ആൻസിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ലല്ലേ? അറിഞ്ഞ ആൻസി ഒരുപാട് വിഷമിക്കും. സുഖമില്ലാത്ത ആളല്ലേ? അസുഖം കൂടി ആശുപത്രിയിലാകാൻ ഇത് മതി. ഇപ്പോഴത്തെ കാലമല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? കം ടു ദ പോയിന്റ്. എന്താ നിനക്ക് വേണ്ടത്? സിമ്പിൾ. അന്ന് ഞാൻ ചോദിച്ച 1 മില്യൺ, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പിന്നെ നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. നീ സുഖമായിട്ട് ജീവിച്ചോ ജോസേ? അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ വെറുതെ ഡയലോഗ് അടിച്ചതല്ലേ ജോസേ? നിന്നെ തകർത്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ പോകുന്നു? ഓക്കെ, തരാം. എപ്പോഴാണ് നിനക്ക് വേണ്ടത്? അത് ഞാൻ അറിയിക്കാം. നീ ആദ്യം ക്യാഷ് റെഡിയാക്കി വെക്ക്, ഞാൻ വിളിക്കാം. പിന്നെ അന്നത്തെ പോലെ ആധിപത്യ കാണിച്ചേക്കരുത്. അതിന്റെ ഫലം അറിയാലോ? യാ, ജസ്റ്റ് ഇൻഫോം മീ. എന്താ ജോസഫിന് വേണ്ടത്? ജോസ് എന്താന്ന് വെച്ചാ പറ. ഹീ നീഡ്സ് 1 മില്യൺ. ആൻസി അറിയാതിരിക്കാൻ. ആൻസി അറിഞ്ഞെന്ന് വെച്ചെന്താ? ബീനയ്ക്ക് പ്രോബ്ലം ഇല്ലല്ലോ. ആൻസി എന്ന് നിനക്ക് അറിയാഞ്ഞിട്ട ഉണ്ണി. പിന്നെ ബീനെ അവൾക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഐ നോ. അവൻ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല. ഇത് തൽക്കാലത്തെ ഒരാവശ്യം. ഇനി എന്നും എൻ്റെ മനസ്സമാധാനം കെടുത്താൻ അവനുണ്ടാവും. ഒക്കെ കഴിഞ്ഞു എന്ന് ആശ്വസിക്കുമ്പോഴാണ്. അല്ല, നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? എന്തിന്? ഞാനെന്നത് അങ്ങനെ ആലോചിച്ചതേ മണ്ടത്തരം. അവൻ ജയിലായ തന്നെ അവിടെ നിന്ന് ആൻസിക്ക് ഒരു ഫോൺ കോൾ ചെയ്താൽ പോരെ? എല്ലാം തീരില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അവൻ ചാകണം. ഞാൻ ഇറങ്ങുന്നു. റിലേറ്റീവ് തിങ്കിങ് എന്ന് നീ പറഞ്ഞത് എത്ര ശരിയാണ്. കുറച്ചു മുൻപ് നന്മ പറഞ്ഞ നാവുകൊണ്ട് തന്നെ നിന്നെ ശപിക്കാൻ തോന്നുന്നു ഇപ്പോ.
നീ വന്ന് ഭക്ഷണം വല്ലതും കഴിക്കേ. എനിക്ക് വേണ്ട. ഞാൻ പറയുന്ന മനസ്സിലാക്കാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാവില്ല. ഞാനൊരു പൊട്ടി. പഠിക്കണം, ജോലി കിട്ടണം, അമ്മയെ നോക്കണം, ഒക്കെ പൊട്ടുതരാ. ഞാൻ സ്വന്തം കാര്യം മാത്രം നോക്കണം. അത്രയല്ലേ അമ്മയ്ക്ക് വേണ്ടത്? ഇത് നല്ല കൂത്ത്. എന്താ നിനക്ക്? അമ്മ പോരുത്. എനിക്ക് അമ്മ വേണം. എനിക്ക് അമ്മ കാണണം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ പോണം മോളെ. എന്തിനാ? ഇപ്പൊ എല്ലാം നന്നായി വന്നു. ഇനി ഞാനിവിടെ നിന്നാലാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോന്നേ. ഇന്ന് തന്നെ ബീനയുടെ പെരുമാറ്റം കണ്ടില്ലേ നീ? അവൾക്കൊരിക്കലും ഇനി എന്നെ പഴയതുപോലെ കാണാൻ പറ്റില്ല. എങ്ങനെയൊക്കെ അഭിനയിച്ചാലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും ആൻസി അതറിയും. അതുണ്ടാവാൻ പാടില്ല. അമ്മേ, ഞാൻ പോയാ പിന്നെ പതിയെ അവളെന്നെ മറന്നോളൂ. അങ്ങനെയാ വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് എവിടെയെങ്കിലും ഇരുന്നറിഞ്ഞാൽ മതി അമ്മയ്ക്ക്. എന്തൊക്കെയാ അമ്മ ആലോചിച്ചു കൂട്ടുന്നത്? പോയാലും നിനക്ക് എപ്പോഴും നാട്ടിൽ വരാമല്ലോ. അങ്ങനെ ഓടി വരുമ്പോ കുറച്ച് ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചാൽ മതി. അത് മതി. ദൂരമൊക്കെ മനസ്സിലാ മോളെ. ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവും. എന്നെ കാണുമോ തോന്നുമ്പോ കണ്ണൊന്ന് അടച്ചാൽ മതി. റിട്ടയർമെന്റ് ഹോമിൽ പോയി റെസിഗ്നേഷൻ കൊടുത്തു. ആ ശശിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ടൂറിസ്റ്റ് സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ആഴ്ച തന്നെ ശരിയാവുമെന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. എനിക്ക് വേണ്ടി, ആൻസിക്ക് വേണ്ടി, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നീ. അങ്ങനെയല്ല, അങ്ങനെ തോന്നരുത് ആർക്കും. സുമി, എന്റെ സുമി. ഇവിടെ ഇനി എനിക്ക് ചെയ്യാൻ എന്താ ഉള്ളത്? ഇവിടെ ഞാൻ വന്നത് തന്നെ ബിന്ദുവിന് വേണ്ടിയല്ലേ. അവളൊരു നിലയ്ക്കായി. ഇനി എനിക്ക് എന്താ ഉള്ളത്? സന്തോഷമായിട്ട് തന്നെയാ ചെയ്യാൻ ഞാൻ തിരിച്ചു പോകുന്നത്. സന്തോഷമായിട്ട്. Hi dear. What news? Tell me. ഡാഡ്, നാളെ ഞാൻ കൊണ്ടാക്കട്ടെ സുമയാൻ്റെ എയർപോർട്ടിൽ? അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അത് എല്ലാരും വേണ്ട. ഞാൻ മാത്രം, ഞാനും സുമയാൻ്റെയും മാത്രം. What do you mean? വെറുതെ ഒരു ആഗ്രഹം ഡാഡ്. പ്ലീസ് ഡാഡ്, ബിന്ദുവിനോട് ഞാൻ പറഞ്ഞോളാം. പ്ലീസ്. Yeah. Okay. ഓക്കെ. ഹോ, ഇതാരാ? മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും സമ്മതിക്കില്ല. ആഹാ, ഉണ്ണിയോ? ഉണ്ണി എന്താ ഈ നേരത്ത്? വെറുതെ ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോയപ്പോ ഒന്ന് കയറണമെന്ന് തോന്നി. കിരൺ തിരക്കിലായിരുന്നോ? തിരക്കിലായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. നീ വാ, ഇരിക്കെ. ഞാനൊരു പെഗ് അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ, അപ്പോഴാണ് നീ ബെല്ലടിച്ചത്. Come on, take. Oh, thank you. ഒറ്റയ്ക്കിരുന്ന് വെള്ളമടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെന്ത് ചെയ്യാനാ, ഇവിടെ ആരെങ്കിലും വേണ്ടേ? നീ എനിക്ക് പറ്റിയ കമ്പനിയാ ഉണ്ണി. നമുക്കൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. along with this smiling. ലാസ്റ്റ് സപ്പറിന്റെ കാര്യം ഞാനെന്ന് ജോസിനോട് പറഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റ് ഡ്രിങ്ക്. പക്ഷെ ജോസ് നിന്നെ പോലെയല്ല. അവനെ സൂക്ഷിക്കണം. അവൻ പിന്നിൽ നിന്ന് കുത്തും. ശ്വാസം പോയിട്ടേ നമ്മൾ വിവരം അറിയത്തുള്ളൂ. നീ എങ്ങനാ കിരൺ?
മറ്റുള്ളവരുടെ രക്തവും സന്തോഷമൊക്കെ ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഒരു പാരസൈറ്റ്. ശരിയല്ലേ? ജോസ് എല്ലാം പറഞ്ഞു അല്ലേ? നോക്കുണ്ണി, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അതിന് തയ്യാറല്ലെങ്കിൽ പിടിച്ചു വാങ്ങണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നിനക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയതല്ലേ കിരൺ? ഇനി സർവൈവ് ചെയ്യാൻ നീ ഫിറ്റല്ല. ജോസിന്റെ കയ്യിന്ന് ഇനി നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിനക്ക് മനുഷ്യരുടെ സൈക്കോളജി അറിഞ്ഞിടത്തുണ്ടാവും ഉണ്ണി. ജോസ് തരും, തരാതിരിക്കാൻ ജോസിന് പറ്റില്ല. അതിന് നീ ഇനി ജോസിനെ കാണില്ലല്ലോ. വാട്ട് യു മീൻ? നിന്റെ മുഖത്തെ ഈ ഭയം കാണാൻ നല്ല രസം. നീ ആ ഡ്രിങ്ക് ഫിനിഷ് ചെയ്യ്. സോ ദ ലാസ്റ്റ് ഡ്രിങ്ക് ഈസ് ഓവർ. ഇനി നിനക്ക് സമാധാനമായിട്ട് മരിക്കാം. ഉണ്ണി പ്ലീസ്. ഇനി നീ ജീവിക്കണ്ട കിരണേ. ദ ഗെയിം ഈസ് ഓവർ. ഉണ്ണി പ്ലീസ്, വേണ്ട. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. പ്ലീസ്. വെറുതെ നീ ഒന്നും തരില്ല. നീ ആരെയും വഞ്ചിക്കും, ആരുടെയും ജീവിതം തകർക്കും. ഇല്ല, ഭൂമിക്ക് ഭാരമായിട്ട് നീ ഇനി വേണ്ട കിരണേ. പ്ലീസ് വേണ്ട. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എന്താ ഉണ്ണി ഈ നേരത്ത്? പറയാം. എന്നാ വാ. തൊട്ട് പോണം. വാ. നീ ഇരിക്കേ. ജോസേ, ഞാനൊരു നല്ല കാര്യം ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലൊരു കാര്യം. അതാദ്യം നിന്നോട് തന്നെ പറയണമെന്ന് തോന്നി. എന്താ ഉണ്ടായത്? ഇരിക്കേ. ഇരിക്കാനൊന്നും സമയമില്ല. എനിക്ക് ഉടനെ പോണം. വീട്ടിലിപ്പോ പോലീസ് എത്തും. വാട്ട്? പോലീസ്? ജോസിനെ ശല്യം ചെയ്യാൻ കിരണിനെ വിളിക്കില്ല. ഞാൻ അവനെ കൊന്നു. ജസ്റ്റ് 2 shots. ഉന്നം പിഴച്ചു പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. പിഴച്ചില്ല. അവനൊരു ശല്യമായിരുന്നു ജോസേ. ജോസ് പറയാറുള്ളത് പോലെ ഈ സൊസൈറ്റിയെ മൊത്തം നശിപ്പിക്കാൻ പോകുന്ന ഒരു വൈറസ്. നീ എന്താ ഈ പറയുന്നേ? വേണ്ട. കോടതിയും പോലീസും ഒന്നും ഇനി ആവശ്യമില്ല. ഞാൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു കഴിഞ്ഞു. ജോസിന് സമാധാനമായിട്ട് ജീവിച്ചോ? എനിക്ക് സമാധാനമായി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റില്ല. ബിന്ദുവിനോടും വിജയനോടും എൻ്റെ ബെസ്റ്റ് വിഷസ് പറയണം. അവരുടെ കല്യാണം കൂടാൻ പറ്റില്ല. അതാ ഒരു സങ്കടം. ഉണ്ണി, നീ എന്തായി കാണിച്ചേ? ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഉണ്ണി, ഉണ്ണി. ജോസേ. ഉണ്ണി. സോറി ജോസ്. സോറി. മോൾ അങ്ങോട്ട് വരണ്ട. സമയമായോ? എന്നാ ആന്റി പൊയ്ക്കോട്ടെ. അമ്മ. എന്താ എന്താ നീ വിളിച്ചേ? അമ്മ, എന്റെ അമ്മ.
മോളെ മതി, അമ്മയ്ക്കിത് മതി. ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നോ? അമ്മ പോയി ബിന്ദു. അമ്മ എങ്ങും പോയിട്ടില്ല എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ അടുത്തുണ്ടാവും. അതിനെ പറ്റൂ അമ്മയ്ക്ക്. ആൻസി ആന്റിക്കും അപ്പാപ്പനും ഇനി ഒരു നല്ല മോളാവണം നീ. പഴയതിൽ നല്ല മോള്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാ അമ്മ പോയത്. അത് മറക്കരുത് നീ ഒരിക്കലും. ഇനി വാടി ഇങ്ങോട്ട്. കണ്ടവരുടെ പറമ്പിൽ മേഞ്ഞു നടക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഒന്നും പറഞ്ഞ് അനുസരിക്കരുത്, കേട്ടല്ലോ? അടങ്ങി നിൽക്കോടെ. വായിങ്ങോട്ട്. എന്താ രാവിലെ പശുവായിട്ടൊരു മൽപ്പിടുത്തം? ഒന്നും പറയണ്ട പണിക്കരേട്ടാ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. കറങ്ങാതെ അവിടെ ഞാൻ നിന്നോണം. കത്തുണ്ട് അമേരിക്കന്ന്. ബിന്ദു ഇന്നലെയും കൂടെ വിളിച്ചതാണല്ലോ. എന്നാൽ ഒരു കത്ത് വായിക്കുന്ന സുഖം ഫോണിൽ കൂടി സംസാരിച്ചാൽ കിട്ടോ? ഏത് കമ്പ്യൂട്ടർ വന്നാലും ആ രസം കിട്ടില്ല. അത് ശരിയാ. ഇടി പാറുക്കുട്ടിയെ, പണിക്കരേട്ടിന് വല്ലതും കുടിക്കാനെടുത്തേ. ഹൗ, ഇപ്പോഴത്തെ ചൂടേ. അല്ല, ഈ പെണ്ണെങ്ങനെയുണ്ട്? പാവാ, എനിക്കിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായി. ബിന്ദുവിന്റെ കല്യാണത്തിന് അവരൊക്കെ എന്നാ വരുന്നത്? അടുത്ത മാസം. കല്യാണക്കുറി ഇന്നലെ അടിച്ചു കിട്ടിയതേ ഉള്ളൂ. ഇനി വിളിച്ചു തുടങ്ങാം. ഒരു കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? ഇതാ സംഭാരം. നിന്റെ തന്ത വരാറുണ്ടോടി? എനിക്കറിയില്ല. ഞാൻ ഇനി എങ്ങും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. അത് നന്നായി. ഞാൻ വീണയ. ഇങ്ങനൊരു കത്ത് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. എന്നാലും എഴുതണമെന്ന് എനിക്ക് തോന്നി. മമ്മിക്കിപ്പോ നല്ല സുഖമുണ്ട്. ഡാഡി അതേ ബിസിയില്ല. പിന്നെ കോളേജിലെ ക്ലാസ്സൊക്കെ നന്നായി നടക്കുന്നു. ഇപ്രാവശ്യം അവിടുത്തെ ഡ്രാമയില് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ക്ലിയോപാട്ര ആണ് എന്റെ വേഷം. ഞാൻ ഇനി എഴുതും. എത്ര എഴുതണ്ടെന്ന് പറഞ്ഞാലും എഴുതും. കാരണം എനിക്ക് അമ്മയെ കൂടെ വേണം. സ്നേഹിക്കാൻ മാത്രമായിട്ട് രണ്ടമ്മമാർ. എത്ര പേർക്ക് കിട്ടും ഇങ്ങനൊരു ഭാഗ്യം? അത് മോളുടെ കത്താണോ സുമി? അതെ, എന്റെ മോളുടെ. മക്കൾ അടുത്തില്ലെങ്കിൽ സങ്കടം തന്നെയല്ലേ? അല്ല, ഒരു സങ്കടമില്ല. അവര് ദൂരെ എവിടെയോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതറിഞ്ഞാൽ മതി എനിക്ക്. ഇവിടെ ഇരുന്ന് അവരുടെ സ്നേഹം അനുഭവിച്ചാൽ മതി. അതാ നല്ലത്. അതും ശരിയാ, ഒരു തരത്തിൽ ആലോചിച്ചാൽ. നിന്നിൽ നിറയാം ഞാൻ.
നീ എന്താ ഇവിടെ? Came to meet a friend. എന്റെ കൂടെ ഒരു സ്ഥലത്ത് വരുന്നുണ്ടോ നീ? ഇല്ല, എനിക്ക് 10 o'clockന് ക്ലാസ് ഉണ്ട്. അപ്പാപ്പനെ ആൻസിക്ക് സുഖമല്ലേ? ഡാഡ് നിന്റെ കാര്യം ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. വരാൻ come over sometime. പിന്നെന്താ? This weekend. Sure? Sure. Hey, വിജയ് എന്ത് പറയുന്നു? When is he coming back? Next week. I have to rush. All right, busy girl. I'll call you. Bye. Bye.